എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് രാവിലെ എന്ത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പം ഇന്ന് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ആണ് ഉണ്ടാക്കിയേക്കണത്. ഇഡ്ഡലി സാമ്പാർ ഒരു വികാരമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി സാമ്പാർ എന്ന് പറയണത്. ഇഡ്ഡലിയും സാമ്പാറും ഉള്ള ദിവസമാണെങ്കിൽ എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നേരത്തെ കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പക്ഷേ എപ്പോഴും അതെ, ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കണ ദിവസം മാത്രമേ എനിക്ക് വൈകി കഴിക്കാനുള്ള യോഗം ഉണ്ടാവാറുള്ളൂ കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാൻ 10 മണിയൊക്കെ ആയി ചായ കുടിച്ചപ്പം. ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നേരത്തെയും കഴിക്കേണ്ടി വരും, ഇഷ്ടമുള്ളവ കഴിക്കുമ്പോൾ വൈകിയും കഴിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരവസ്ഥ. അപ്പം കൈ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കൈയൊക്കെ അങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് കൈകളൊന്നും ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പറ്റാറില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് നമുക്ക് മേടിച്ചിരിക്കുന്നത് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കേരയെന്നല്ലേ? കേരയെന്നാണ്, ചൂരയല്ല എന്തായാലും, കേരയാണ്. അത് നല്ല മത്തങ്ങ പോലത്തെ കഷ്ണങ്ങളായിരുന്നു. ഞാൻ അതിനെ പീസാക്കി ചെറുതാക്കി തേങ്ങാപ്പാലൊഴിച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ച കറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു മീൻ കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കേരയ്ക്കും ചൂരയ്ക്കൊക്കെ എന്ന് എനിക്ക് തോന്നാൻ കേട്ടോ. മത്തിക്കൊക്കെ ടേസ്റ്റ് ഉണ്ട്, അങ്ങനെയല്ല. എനിക്ക് തോന്നണത് ഈ നല്ല തേങ്ങാപ്പാലും കൊടംപുള്ളിയും ഒക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഉള്ള ആ കറി ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര കറിയാണ്. സാധാരണ നമ്മൾ മീൻ വെക്കണ പോലെയൊന്നും അല്ല, അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇരുന്നപ്പോൾ പണ്ട് ഇങ്ങനത്തെ മീനൊന്നും മേടിക്കില്ല കേട്ടോ. ഇവിടെ വന്നേ പിന്നെയാണ് ചേട്ടനാണ് ഇതിൻ്റെ ആള്. അതായത് നമ്മളിങ്ങനെ കേര ചൂര ഇങ്ങനെ വെട്ടി മേടിക്കണ വലിയ മീനിൻ്റെ ആള് ചേട്ടനാണ് കേട്ടോ. ഇവിടെ കുറേയൊക്കെ എന്നെ സഹായിക്കാൻ വേണ്ടി കൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കണത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെറിയ മീൻ പരമാവധി ഒഴിവാക്കി വെട്ടി മേടിക്കണ മീൻ മേടിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പം അങ്ങനെ അതിപ്പോൾ അതൊരു ശീലമായി ഇപ്പോൾ. പക്ഷെ അതിന് ഒരു എനിക്ക് തോന്നുന്നു ചൂരയൊക്കെ വറുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അപാര ടേസ്റ്റാണ്. നല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെറുതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് വറുത്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കുകയാണെങ്കിൽ അതിലും ടേസ്റ്റാണ്. ഞാൻ പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വല്ലപ്പോഴൊക്കെ ചേർക്കുള്ളൂ. അതായത് നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ വെക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ സ്ഥിരം ഏകമുദ്ര തന്നെ പോവും, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ മീൻ വറുത്തതൊക്കെ വെക്കാറ്. അപ്പം കറിയെല്ലാം റെഡി ആയിട്ട് ഇതൊക്കെ വെക്കണ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. കാരണം ഇത് ഇപ്പം ഈ എടുത്തണ വീഡിയോ എന്ന് പറയുന്നത് പഴയ ഫോണിലെടുത്താണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. നമ്മൾ ഇടയ്ക്ക് ചിലത് പഴയതിലും പുതിയതിലൊക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് കേട്ടോ വീഡിയോ എടുത്തത്. കാരണം ചേട്ടനുള്ളപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഫോൺ അങ്ങനെ കിട്ടാറില്ല. ഞാൻ അപ്പോൾ പഴയ ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പഴയ ഫോണിൽ ഒരു ഇത്തിരി കളറ് കുറവൊക്കെ തോന്നിക്കും. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ഫോണാണ്, വിളിച്ചാലും കേൾക്കില്ല, സൗണ്ടും ഇല്ലാത്തൊരു ഫോണാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മുടെ കഞ്ഞി വാർക്കൽ പ്രക്രിയ. ഈ കഞ്ഞി വാർക്കൽ ഇതിൽ വാർക്കോളൂ കേട്ടോ. കാരണം ഇതാകുമ്പോൾ ചരുവത്തിലായതുകൊണ്ട് സുഖമായിട്ടെടുത്ത് കളയാനും തേച്ച് കഴുകാനൊക്കെ സുഖമായതുകൊണ്ട് ഞാൻ ഇതിലിട്ടേ ചെയ്യുള്ളൂ. ഇങ്ങനത്തെ മറ്റേ കുടുവൻ എന്തെന്ന് അതിനെ പറയണത്, കുണ്ടലോ പണ്ട് ഏതാണ്ട് പറയുമല്ലോ, കുണ്ടളോന്ന് അങ്ങനെ ഏതാണ്ട് പറയും മറ്റേ കഞ്ഞി വാർക്കണ സാധനത്തിന്. അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. അതുമൊക്കെ ആണെങ്കിൽ ഇത്തിരി കൂടി എളുപ്പമായിരിക്കുള്ളൂ. ഇങ്ങനെ പരന്നൊക്കെ ഇരിക്കണത് കൊണ്ടിട്ടൊക്കെ കലം നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. പക്ഷേ ഇപ്പോൾ ചരുവത്തിൽ വെച്ച് 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 അങ്ങനെയായി. അത് ഒരു എളുപ്പപ്പണിയായിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ഒപ്പം നമ്മൾ മീനിൻ്റെ ഒപ്പം, ബാക്കി കഥ പറയട്ടെ, മീനിൻ്റെ ഒപ്പം നമ്മൾ വെക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാബേജ് തോരനാണ് കേട്ടോ. അപ്പോൾ ഒരു ഒറ്റ ക്യാബേജ് വെക്കാമെന്നൊക്കെ വിചാരിച്ചാണ്.
അപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് ഞാനൊരു പകുതി എടുത്തോളൂ. അപ്പോൾ കുറച്ച് ഉണ്ടായുള്ളൂ കേട്ടോ, രാത്രിയത്തേക്കൊന്നും തികയില്ലായിരുന്നു. അപ്പോൾ അതിലൊരു കുറച്ച് തേങ്ങാപ്പീരയും പിന്നെ ഉള്ളി, പിന്നെ എന്താണ് പച്ചമുളക്, വേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് നേരെ ചട്ടിയിലോട്ടിട്ട് ഒരു സ്വല്പം വെള്ളം ആ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിലോട്ട് തന്നെ ഒഴിക്കും. എന്നിട്ട് അത് മൂടി ആവിയിലിരുന്ന് അങ്ങോട്ട് വേവും. ഇതാണ് നമ്മുടെ ക്യാബേജ് തോരൻ. എളുപ്പപ്പണിയാണ്, ഒക്കെ സിമ്പിൾ വർക്കുകളാണ് കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയായതുകൊണ്ടിട്ട് നല്ല ചൂടാണ് കേട്ടോ. അപ്പം വാർത്ത ചോറാണ്, അതുകൊണ്ടിട്ട് നല്ല ആവിയൊക്കെ പറക്കേണ്ടത്. മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്തിട്ടാണ് പിന്നെ എന്തെന്നാ ക്യാബേജ് റെഡി ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചോറ് തിന്നാനായിട്ട് പുറപ്പെടുകയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.